ഇന്നലെ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിൻ്റെ രണ്ടാം ഭാഗമാണ്. ക്രിസ്തുദേവൻ്റെ ചരിത്രത്തെക്കുറിച്ചുള്ള വസ്തുതകൾ അതിപ്രഗത്ഭനായ പ്രൊഫസർ ഡോക്ടർ മാത്യുവിൻ്റെ ഒരു ലേഖനത്തെ ആസ്പദമാക്കിയാണ് ഈ വിവരണം നൽകുന്നത്. യേശുക്രിസ്തു പരിശുദ്ധാത്മാവിനാൽ കന്യകയിൽ ജാതനായി 33-ാം വയസ്സിൽ പീഡനങ്ങളേറ്റ് കുരിശിൽ മരിച്ചു എന്നും 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് ഉടലോടെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടതായും ക്രൈസ്തവർ വിശ്വസിക്കുന്നു. ഏകദൈവത്തിൽ വിശ്വസിക്കുന്നു എങ്കിലും പുത്രനും പരിശുദ്ധാത്മാവും കൂടി ഉൾപ്പെട്ട ത്രിത്വമാണ് ക്രിസ്ത്യാനിത്വത്തിൻ്റെ സത്ത. ക്രൈസ്തവ വിശ്വാസവും ക്രൈസ്തവ വിശ്വാസങ്ങൾ പഠിക്കലും ഇങ്ങനെയൊക്കെയാണെങ്കിലും ക്രിസ്തു ചരിത്രം പരിശോധിച്ചാൽ അദ്ദേഹം പിതാവിലേക്കുള്ള വഴികാട്ടി മാത്രമായിരുന്നു എന്ന് വ്യക്തമാകും. ക്രിസ്തുനാഥൻ പഠിപ്പിച്ച പ്രാർത്ഥന തന്നെ ഇതിന് ഉത്തമ ഉദാഹരണമാണ്. ആത്മീയ ഗുരു അഥവാ പ്രവാചകൻ എന്ന നിലയിൽ ക്രിസ്തുദേവനുള്ള സ്ഥാനം അദ്വിതീയമാണെങ്കിലും ദൈവപുത്രനായി അദ്ദേഹത്തെ അവരോധിച്ച് സഭാ നേതൃത്വം നടത്തിയ ഒരു ഗൂഢാലോചന മാത്രമാണ് യേശുക്രിസ്തു എന്ന യോഗീവര്യനായ ആത്മീയ ഗുരുവിൻ്റെ കബറിടം ഇന്നും ഭാരതത്തിലുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുമ്പോൾ നാം അറിയുന്നത്. മതാധികാരികളുടെ പൊയ്മുഖം വ്യക്തമാക്കുന്ന ഒരു ചരിത്ര സത്യത്തിലേക്ക് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ലേഖനം വഴികാട്ടുന്നത്. ക്രൈസ്തവ വിശ്വാസിയും യേശുദേവന്റെ ആരാധകനുമായ ഡോക്ടറുടെ ലേഖനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നു. തമിഴ്നാട്ടിലെ രാമർ പെട്രോൾ എന്ന വ്യാജ പെട്രോളിൻ്റെ ഉപജ്ഞാതാവ് രാമർ പിള്ളയെ CBI അറസ്റ്റ് ചെയ്യുകയുണ്ടായി. ഇല്ലാത്തൊരു സംഗതി ഉണ്ടെന്ന് വിശ്വസിപ്പിച്ച് അതിൻ്റെ പേരിൽ ലാഭം കൊയ്യുന്നതും മുതലെടുക്കുന്നതും ഒരു ക്രിമിനൽ കുറ്റമായതുകൊണ്ടാണ് രാമർ പിള്ളയെ അറസ്റ്റ് ചെയ്തത്. യേശുക്രിസ്തു 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റെന്നും 40-ാം നാൾ ശരീരത്തോടെ സ്വർഗത്തിലേക്ക് ആരോഹണം നടത്തിയെന്നുമാണ് ക്രിസ്തു മതത്തിൻ്റെ വിശ്വാസ പ്രമാണം. ക്രിസ്തു മതത്തിൻ്റെ അടിത്തറ തന്നെ ആ വിശ്വാസ പ്രമാണങ്ങളാണ്. എന്നാൽ 1999 ആഗസ്റ്റ് 2-ാം തീയതിയിലത്തെ ഇന്ത്യൻ എക്സ്പ്രസ് പത്രത്തിൽ ഒരു വാർത്ത വന്നു. ലോകത്തിലെ 7 കോടി പ്രൊട്ടസ്റ്റന്റ് വിശ്വാസികളുടെ പരമാധ്യക്ഷനായ കാൻഡർബറി ആർച്ച് ബിഷപ്പ് കാരിയുടേതായിരുന്നു ആ പ്രസ്താവന. അദ്ദേഹത്തിൻ്റെ അനുയായികൾക്കുള്ള സഹസ്രാബ്ദ സന്ദേശമായിരുന്നു അദ്ദേഹത്തിൻ്റെതായി വന്ന പ്രസ്താവന. അതിപ്രകാരമാണ്: ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്നത് സത്യമാണോ എന്ന് എനിക്ക് തീർച്ചയില്ല. ഇതായിരുന്നു ആ പ്രസ്താവനയുടെ കാതൽ. ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ തന്നെ അടിത്തറ ഇളക്കുന്നതിന് പര്യാപ്തമായ ഈ പ്രസ്താവന മറ്റു ക്രിസ്തീയ വിഭാഗങ്ങളിലെ മേലധ്യക്ഷന്മാർക്ക് ഞെട്ടലുണ്ടാക്കി. ആധുനിക ഗവേഷകരുടെ ഗവേഷണ ഫലങ്ങൾ ആർച്ച് ബിഷപ്പ് കാരിയുടെ മനസ്സാക്ഷിക്കുത്ത് ശരിയാണെന്ന് തെളിയിച്ചിരിക്കുന്നു. ഉണ്ടാകാത്തൊരു സംഭവം ഉണ്ടായി എന്ന് പറഞ്ഞ് ജനത്തെ തെറ്റിദ്ധരിപ്പിച്ച് മുതലെടുക്കുന്നത് ഒരു ക്രിമിനൽ കുറ്റമായതുകൊണ്ടാണ് ഞാൻ ഈ ലേഖനം എഴുതുന്നത് എന്ന് ലേഖകൻ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ഉപദേശങ്ങൾ അന്നത്തെ പുരോഹിത വൃന്ദത്തിന് തീരെ പിടിച്ചില്ല. അവർ അദ്ദേഹത്തെ കള്ളക്കേസിൽ കുടുക്കി പിടികൂടി. പീലാത്തോസ് മനസ്സില്ലാ മനസ്സോടെ ക്രിസ്തുവിനെ കുരിശിലേറ്റുകയും ചെയ്തു. ഇനിയുമാണ് ചില അത്ഭുതങ്ങൾ സംഭവിക്കുന്നത്. ഹോൾഗർ ഖർസ്റ്റൺ എന്ന ജർമ്മൻ ചരിത്ര ഗവേഷകൻ 20 വർഷത്തോളം നടത്തിയ ഗവേഷണങ്ങളുടെ ഫലം ക്രിസ്തു ഇന്ത്യയിൽ ജീവിച്ചിരുന്നു എന്ന അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിലൂടെ 1993 പ്രസിദ്ധീകരിക്കുകയുണ്ടായി. ഞെട്ടിപ്പിക്കുന്ന ചില വസ്തുതകളാണ് അദ്ദേഹം പുറത്തു കൊണ്ടുവന്നത്. ജർമ്മനിയിൽ പ്രസിദ്ധീകരിക്കുന്ന ഡർ സ്റ്റൺ എന്ന വാരികയുടെ 1972 ആണ്ടിലെ 16-ാം ലക്കത്തിൽ ഒരു ലേഖനം പ്രത്യക്ഷപ്പെട്ടു. കാശ്മീരിലെ ഒരു സർവകലാശാലയിലെ ഹസാനിയൻ എന്ന പ്രൊഫസറുടേതായിരുന്നു ആ ലേഖനം. ക്രിസ്തു കാശ്മീരിൽ വന്നിട്ടുണ്ടെന്നും കാശ്മീരിലെയും ലഡാക്കിലെയും
പല ബുദ്ധസന്യാസാശ്രമങ്ങളിൽ താമസിച്ചിട്ടുണ്ടെന്നുള്ളതുമുള്ളതിന് രേഖകളുണ്ടെന്നായിരുന്നു ആ ലേഖനത്തിൻ്റെ ചുരുക്കം. കുരിശിലേറ്റിക്കഴിഞ്ഞ് തിരികെ ഇന്ത്യയിൽ വന്ന് ക്രിസ്തു വളരെ പ്രായം ചെന്നതിനു ശേഷം കാശ്മീരിൽ വെച്ച് മരിച്ചു എന്നും ശ്രീനഗറിൽ ഖബറടക്കിയെന്നുമായിരുന്നു ലേഖനത്തിൻ്റെ മറുഭാഗങ്ങളിലെ വിവരണങ്ങൾ. ഇവയെല്ലാം വളരെ വസ്തുതാപരമായിട്ടാണ് ഹസാനിയൻ എന്ന പ്രൊഫസർ വ്യക്തമായി എഴുതുന്നത്. ശ്രീനഗറിൻ്റെ പഴയ ടൗൺ ഭാഗത്ത് റോസ ബാൽ എന്ന കെട്ടിടത്തിൽ ഇന്നും ആ ശവകുടീരം നിലകൊള്ളുന്നു. മുസ്ലിങ്ങൾക്ക് ഇന്നും ഈസാ നബിയുടെ ഈ കബറിടം ഒരു പുണ്യ തീർത്ഥാടന കേന്ദ്രമാണ്. ഹോൾഗൻ ഖർസ്റ്റൺ ഈ കബറിടം ഒന്ന് തുറന്നു പരിശോധിക്കുന്നതിന് 1989 6 മാസത്തോളം കാലം ശ്രീനഗറിൽ താമസിച്ച് ഒരു ശ്രമം നടത്തുകയുണ്ടായി. അവസാനം മുഖ്യമന്ത്രിയായിരുന്ന ഫറൂഖ് അബ്ദുള്ളയെ കണ്ട് അപ്രകാരം കബറിടം തുറന്നു പരിശോധിക്കാൻ അനുവാദം ചോദിച്ചപ്പോൾ മുസ്ലിങ്ങളുടെ വികാരം വ്രണപ്പെടുമെന്ന് ഭയന്ന് അദ്ദേഹം കബറിടം തുറക്കുന്നതിന് അനുവാദം നൽകിയില്ല. അധികം താമസിയാതെ കാശ്മീരിൽ കലാപം പൊട്ടിപ്പുറപ്പെടുകയും കർസ്റ്റൺ എന്ന ജർമ്മൻ പ്രൊഫസർ സ്ഥലം വിടുകയും ചെയ്തു. ജർമ്മൻ വാരികയിലെ ലേഖനം പലരുടെയും ജിജ്ഞാസ വർദ്ധിപ്പിച്ചു. ക്രിസ്തുവിൻ്റെ കന്യകാജനനവും കുരിശുമരണവും ഉയർന്നെഴുന്നേൽപ്പും സ്വർഗാരോഹണവും വരെ സംശയദൃഷ്ട്യാ വീക്ഷിച്ചിരുന്ന പലരും ജർമ്മൻ വാരികയിലെ ലേഖനത്തോട് പ്രതികരിച്ചു. വളരെ കാലമായി ഈ ലേഖകന്റെ മനസ്സിനെയും അത് അലട്ടിയിരുന്നു എന്നുള്ളത് വസ്തുതയാണ്. ക്രിസ്തുവിൻ്റെ അത്ഭുത പ്രവർത്തനങ്ങൾ ശാസ്ത്രീയമായി കുറേയൊക്കെ തെളിയിക്കാമെങ്കിലും മരിച്ചിട്ട് ഉയർത്തു എന്നതും ശരീരത്തോടെയുള്ള സ്വർഗാരോഹണവും അവിശ്വസനീയമായി തന്നെ അവശേഷിക്കുന്നു. ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായം 51-ാം വാക്യത്തിൽ അവൻ സ്വർഗാരോഹണം ചെയ്തു എന്ന് പറഞ്ഞിരിക്കുന്നു. ക്രിസ്തു എന്ന ചരിത്ര സത്യം എന്നെങ്കിലും വെളിപ്പെടുമ്പോൾ അതിനെ അഭിമുഖീകരിക്കുവാൻ ആധുനിക ക്രിസ്തുമതം തയ്യാറായിരിക്കണം എന്ന് ആഫ്രിക്കയിൽ ജീവിച്ച പ്രസിദ്ധ ജർമ്മൻ ഡോക്ടർ ആൽബർട്ട് ഷിവിറ്റ്സർ എന്ന മിഷണറി 1913 അഭിപ്രായപ്പെടുകയുണ്ടായി. ക്രിസ്തുവിൻ്റെ അസ്ഥിപഞ്ജരം കണ്ടു എന്ന് എന്നെങ്കിലും ഒരു വാർത്ത വന്നാൽ ആരും അതിശയിക്കേണ്ട എന്ന് പ്രസിദ്ധ ചരിത്ര ഗവേഷകൻ റുഡോൾഫ് ബുൾസ്മാൻ 1967 ഒരു ജർമ്മൻ വാരികയിൽ എഴുതുകയുണ്ടായി. ഇത് അദ്ദേഹം പറയുവാനുണ്ടായ കാരണം ആരാധ്യനായ യേശുക്രിസ്തു ഉടലോടെ സ്വർഗാരോഹണം ചെയ്തു എന്നുള്ളത് വെറും കെട്ടുകഥയും ചരിത്ര വസ്തുതകൾക്കോ ആധുനിക ശാസ്ത്രത്തിനോ ഭൗതിക ശാസ്ത്രത്തിനോ തെളിയിക്കാൻ പറ്റാത്തതും അനുസരിക്കാൻ പറ്റാത്തതും അന്ധമായ വിശ്വാസം ആയി തീർന്നതുമായ ഒരു വിചാരധാര മാത്രമാണ് എന്ന് കാലം തെളിയിക്കും എന്ന് അറിയാവുന്നത് കൊണ്ട് മാത്രമായിരുന്നു. ആത്മാവ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്ന് വിശ്വസിക്കാമെങ്കിലും ക്രിസ്തുവിൻ്റെ ഭൗതിക ശരീരം സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെട്ടു എന്നത് വിശ്വസിക്കാൻ സാധ്യമല്ലല്ലോ. ഒരു ദൈവശാസ്ത്ര വിദ്യാർത്ഥിയായിരുന്ന കർസ്റ്റന്റെ ചോദ്യങ്ങൾക്ക് മുൻപിൽ അദ്ദേഹത്തിൻ്റെ പ്രൊഫസർമാർക്ക് ഉത്തരം മുട്ടിയിരുന്നു. മത അധ്യാപകൻ എന്ന നിലയ്ക്കുള്ള കർസ്റ്റന്റെ പരിശീലനകാലം കഴിഞ്ഞ ഉടനെ വാരികയിലെ ലേഖനത്തെ പറ്റിയുള്ള ഗവേഷണം ആരംഭിക്കുവാനും അദ്ദേഹം തീരുമാനിച്ചു. അങ്ങനെ സത്യം പുറത്തു കൊണ്ടുവരണമെന്നുള്ള തീവ്രമായ ആഗ്രഹം കർസ്റ്റനെ ചരിത്രപ്രധാനമായ ഒരു തീർത്ഥയാത്രയ്ക്ക് പ്രേരിപ്പിച്ചു. 1979 അദ്ദേഹം ബോംബെയിലെത്തി. അവിടെ നിന്ന് കാശ്മീരിലേക്ക് യാത്രയായി. ബൈബിൾ പ്രകാരം ക്രിസ്തു 12-ാമത്തെ വയസ്സിൽ പാലസ്തീൻ ദേശത്തു നിന്ന്
അപ്രത്യക്ഷനായി. 33-ാമത്തെ വയസ്സിലാണ് പിന്നീട് അവിടെ എത്തുന്നതും സുവിശേഷം പ്രസംഗിക്കുന്നതും. ഇതിനിടയ്ക്കുള്ള 18 വർഷം ക്രിസ്തു എവിടെയായിരുന്നു എന്ന് ബൈബിളിലും മറ്റ് ആധികാരിക ഗ്രന്ഥങ്ങളിലും പരാമർശിക്കുന്നതേയില്ല. ഇന്നും അന്നും എന്നും ഉത്തരം കിട്ടാത്ത ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുകയായിരുന്നു കൃഷ്ണന്റെ ഉദ്ദേശലക്ഷ്യം. നാഥ് യോഗികൾ എന്നൊരു ഹിന്ദു സന്യാസ സമൂഹമുണ്ട്. അവർ കൂടുതലും വടക്കേ ഇന്ത്യയെ കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കുന്നത്. അവരുടെ മൂലഗ്രന്ഥമായ നാഥ് നാമാവലിയിൽ ഈശോനാഥ് എന്നൊരു വലിയ വിശുദ്ധൻ അദ്ദേഹത്തിൻ്റെ 14-ാം വയസ്സിൽ ഇന്ത്യയിൽ വന്നതായി രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇവിടത്തെ താമസം കഴിഞ്ഞ് അദ്ദേഹം നാട്ടിലേക്ക് തിരികെ പോയതായും അവിടെ അദ്ദേഹം ഇവിടെ പഠിച്ച കാര്യങ്ങൾ പ്രചരിപ്പിച്ചതായും അതിൽ കുപിതരായ അവിടുത്തെ പുരോഹിതവൃന്ദം അദ്ദേഹത്തെ പിടികൂടി ക്രൂശിച്ചതായും, എന്നാൽ അദ്ദേഹം ഇന്ത്യയിൽ വെച്ച് പഠിച്ച ചില യോഗവിദ്യകൾ കൊണ്ട് കുരിശുമരണത്തിൽ നിന്നും രക്ഷപ്പെട്ടതായും, ഇന്ത്യയിൽ അദ്ദേഹത്തിൻ്റെ ഗുരുവായിരുന്ന ചതൻ നാഥ് എന്ന നാഥയോഗിയുടെ സഹായത്താൽ വീണ്ടും ഇന്ത്യയിൽ വന്നു എന്നും ഹിമാലയ താഴ്വരയിൽ ഒരു ആശ്രമം സ്ഥാപിച്ചു എന്നും രേഖപ്പെടുത്തിയിരിക്കുന്നു. ചരിത്രത്തിന് ഇതിനേക്കാൾ കൂടുതൽ തെളിവായി ഉജ്ജ്വലമായൊരു ചരിത്ര ലേഖനം തന്നെ, വസ്തുത വിവരിക്കുന്ന വരികൾ തന്നെ ലഭ്യമായിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. നാഥ് യോഗികളുടെ ഉത്ഭവത്തെപ്പറ്റി ശരിയായ ചരിത്രം വ്യക്തമല്ല. എങ്കിലും ചില വസ്തുതകൾ ലഭ്യമാണ്. ബുദ്ധമതത്തിൻ്റെ ആരംഭകാലത്താണ്, അതായത് ഏതാണ്ട് BC 300-400 നാഥ യോഗികളുടെ ഉത്ഭവം. അവർ വർഗവിവേചനത്തിനെതിരായിരുന്നു. ബ്രാഹ്മണ മേധാവിത്വം അവർ അംഗീകരിച്ചിരുന്നുമില്ല. അവർ എല്ലാ വർഗക്കാരെയും സഹോദരീ സഹോദരന്മാരായി കരുതിയിരുന്നു. എല്ലാ വർഗക്കാരെയും അവർ അവരുടെ സമൂഹത്തിലേക്ക് സ്വീകരിച്ചുമിരുന്നു. ക്രിസ്തുവിൻ്റെ ഉപദേശങ്ങൾ പരിശോധിക്കുന്നവർക്ക് അവ നാഥ് സന്യാസിമാരുടേതിന് തുല്യമായിരുന്നെന്ന് വ്യക്തമാകും. ക്രിസ്തുവിൻ്റെ ഇന്ത്യയിലെ താമസത്തിനിടയിൽ ഒറീസയിലെ ജഗന്നാഥ ക്ഷേത്രത്തിൽ അതുപോലെ അതിൻ്റെ പരിസരങ്ങളിലും 6 വർഷം അദ്ദേഹം താമസിച്ചിരുന്നതായും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം താഴ്ന്ന ജാതിക്കാരോട് സ്നേഹാദരങ്ങളോടെ പെരുമാറിയിരുന്നതായും വ്യക്തമാക്കുന്നുണ്ട്. അത് പല ഉയർന്ന ജാതിക്കാരെയും പ്രകോപിപ്പിക്കുകയും ചെയ്തു അത്രേ. അതിനാൽ ക്രിസ്തു വീണ്ടും അവിടെ തുടരേണ്ട ആവശ്യമില്ല എന്ന് കരുതി അവിടെ നിന്ന് സ്ഥലം വിട്ടതായും രേഖപ്പെടുത്തിയിരിക്കുന്നു. പട്ടാളക്കാരും ശത്രുക്കളും ക്രിസ്തുവിനെ വളരെയധികം ദേഹോപദ്രവമേൽപ്പിച്ചു എന്നതും കുരിശിൽ തറച്ചു എന്നതും ശരിയാണ്. ഇത് പാലസ്തീനിലെയും ഇസ്രായേലിലെയും ചരിത്രമാണ്. പക്ഷേ വൈദ്യശാസ്ത്ര വീക്ഷണത്തിൽ മരണത്തിന് കാരണമായേക്കാവുന്ന ഒരു മുറിവും ക്രിസ്തുവിൻ്റെ ശരീരത്തിലുണ്ടായിരുന്നില്ല. മാർക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായം 25 മുതൽ 45 വരെ വാക്യങ്ങളിൽ ക്രിസ്തുവിൻ്റെ മരണസമയത്തെക്കുറിച്ച് വിവരിക്കുന്നു. ഇവിടെ 6 മണിക്കൂറേ കുരിശിൽ അദ്ദേഹം കിടന്നതായി പറയുന്നുള്ളൂ. ഈ പെട്ടെന്നുള്ള മരണം പീലാത്തോസിന് സംശയം ജനിപ്പിക്കുകയും എല്ലാം ശരിയായിരുന്നോ എന്ന് പീലാത്തോസ് പട്ടാള മേധാവിയോട് അന്വേഷിക്കുകയും ചെയ്തു എന്ന് മാർക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായം 44-ാം വാക്യം പറയുന്നു. ഇതിൽ നിന്ന് 6 മണിക്കൂർ കൊണ്ട് കുരിശിൽ തറച്ച യേശുദേവൻ മരിച്ചു എന്ന് പറയുന്നത് ചരിത്ര സത്യമാണോ എന്ന് വൈദ്യശാസ്ത്ര ഭാഷയിൽ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്ന് വിശകലനം ചെയ്യാം. ശരീരസ്തംഭനം കാറ്റലെപ്സി എന്നത് ഹഠയോഗത്തിലെ ഒരു അഭ്യാസമാണ്. അതുപോലെ തന്നെ വെള്ളത്തിനുമീതെ കൂടി നടക്കുന്നതും ഹഠയോഗ വിദ്യ തന്നെയാണ്. ക്രിസ്തു 18 വർഷം
ഇന്ത്യയിൽ താമസിച്ചിരുന്നുവെന്നും അന്ന് മിക്കവാറും തക്ഷശില സർവകലാശാലയിലാണ് ഹഠയോഗ വിദ്യകൾ അഭ്യസിപ്പിച്ചിരുന്നത് എന്നും ഗവേഷകർ വിശ്വസിക്കുന്നു. അന്ന് തക്ഷശില സർവകലാശാലയിൽ മാത്രം 10,500 വിദ്യാർത്ഥികൾ അഭ്യസിച്ചിരുന്നു അത്രേ. 60 വിവിധ ഡിപ്പാർട്ട്മെന്റുകളും അതിലെല്ലാം തന്നെ പ്രഗത്ഭരായ അധ്യാപകരും അവിടെ ഉണ്ടായിരുന്നു. ക്രിസ്തുവിനെ സ്പർശന ചികിത്സ അഭ്യസിപ്പിച്ച് ഉദ്രക എന്ന ഒരു മഹർഷിയായിരുന്നു ഹഠയോഗത്തിൽ സർവജ്ഞനാക്കി മാറ്റിയത്. അതായത് യേശുക്രിസ്തുവിനെ പഠിപ്പിച്ച അധ്യാപകന്റെ, ഋഷിയുടെ പേര് വരെ വളരെ കൃത്യമായി ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അപ്രകാരം ഹഠയോഗത്തിലും ഭാരതീയ ആത്മീയ തത്വങ്ങളിലും ഉപനിഷത്ത് ചിന്താധാരകളിലും ക്രിസ്തു ഒരു മഹാപണ്ഡിതനായി തീരുവാൻ ഈ 18 വർഷത്തെ ഭാരതത്തിലെ വാസം കൊണ്ട് സാധിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഭാരതീയ ചിന്താധാരകൾ അത്യുജ്വലമായി ഉൾക്കൊള്ളാനും പ്രചരിപ്പിക്കാനുമുള്ള പരിജ്ഞാനവും ഈ കാലയളവിൽ അദ്ദേഹം നേടുകയുണ്ടായി. അതിനുശേഷമാണ് അദ്ദേഹം തിരിച്ചു പോയത്. അങ്ങനെ സ്പർശന ചികിത്സയിലും ഹഠയോഗത്തിലും പ്രാവീണ്യം നേടിയ ക്രിസ്തു സ്തംഭനം എന്ന ഹഠയോഗ വിദ്യയാണ് കുരിശിൽ കിടന്ന് പ്രയോഗിച്ചത്. അതായത് ഏതെങ്കിലും സമയത്ത് വളരെ സാവധാനത്തിലോ പെട്ടെന്നിനോ ശരീരത്തിന് ഒരാഘാതമേൽക്കേണ്ടി വരികയാണെങ്കിൽ ശരീരത്തിന്റെ പ്രവർത്തനത്തെ സ്തംഭിപ്പിക്കുക, വേദനയെ അകത്തേക്ക് എടുക്കാതിരിക്കുക, വേദനയെ തടയാനുള്ള കഴിവുണ്ടാക്കുക. ഇന്നത്തെ ശാസ്ത്രപ്രകാരം പറയുകയാണെങ്കിൽ ഈ രമണ മഹർഷി അദ്ദേഹത്തിന്റെ ശരീരത്തിലുള്ള ക്യാൻസർ ഓപ്പറേറ്റ് ചെയ്തപ്പോൾ ശരീരത്തെ സ്തംഭിപ്പിച്ച് അനസ്തേഷ്യയുടെ ഉപയോഗമില്ലാതെ അത് ഓപ്പറേഷന് വിധേയമാക്കാൻ നിന്നുകൊടുത്തതായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് സാധിച്ചത് ക്യൂറേറ്റീവ് കെമിക്കൽസിന്റെ പ്രൊഡക്ഷനാണ്. ഇപ്രകാരം ഒരു ഹഠയോഗ വിദ്യയാണ് യേശുക്രിസ്തു കുരിശിൽ പ്രയോഗിച്ചത്. ശരീരം മുഴുവൻ നിശ്ചലമാക്കുന്നതാണ് സ്തംഭനം. ഹൃദയമിടിപ്പും ശ്വാസോച്ഛ്വാസവും നിർത്താൻ വരെ ഇപ്രകാരമുള്ള വിദ്യയ്ക്ക് കഴിയും. ദിവസങ്ങളോ ആഴ്ചകളോ ഈ രീതിയിൽ കിടക്കാൻ സാധിക്കുകയും ചെയ്യും. അടുത്ത കാലത്ത് റഷ്യയിൽ ജീവിച്ചിരുന്ന വുൾഫ് മെസ്സിംഗ് എന്ന അഭ്യാസിക്ക് 3 ദിവസം വരെ ഈ അവസ്ഥയിൽ കിടക്കാൻ കഴിയുമായിരുന്നു. എന്നാൽ അദ്ദേഹം ഇന്ത്യയിൽ വന്നപ്പോൾ നേരിട്ട് കണ്ട ചില ഇന്ത്യൻ യോഗികൾക്ക് ആഴ്ചകളോളം ഈ അവസ്ഥയിൽ കിടക്കാൻ കഴിയുന്നു എന്ന് കണ്ടപ്പോൾ അദ്ദേഹം അത്ഭുത സ്തബ്ധനായി അത്രേ. ഒരു വിദേശിക്ക് നിരന്തരമായ പരിശ്രമത്തിലൂടെ 3 ദിവസം വരെ ശാരീരിക പ്രവർത്തനങ്ങൾ നിശ്ചലമാക്കി ഹഠയോഗത്തിൽ സ്തംഭിപ്പിച്ച് നിർത്താൻ സാധിക്കും. ഭാരതീയരിൽ പലർക്കും തന്നെ അതിനേക്കാൾ എത്രയോ കൂടുതൽ ദിവസങ്ങൾ ശരീരസ്തംഭനം സാധിക്കുമായിരുന്നു എന്നുള്ളതിന് തെളിവുണ്ട്. ഇപ്പോഴും അപ്രകാരമുള്ള ഹഠയോഗികൾ ധാരാളമുണ്ട്. ക്രിസ്തു മരിച്ചു എന്ന് കരുതി പട്ടാളക്കാർ സ്ഥലം വിട്ടു. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 38 മുതൽ 42 വരെ വാക്യങ്ങളിൽ ഈ സംഭവം ഇങ്ങനെ വിവരിക്കുന്നു. അമരത്തിയാക്കാരൻ ഔസേപ്പ് പീലാത്തോസിനോട് അനുവാദം വാങ്ങി ക്രിസ്തുവിന്റെ ശരീരം ഏറ്റെടുത്തു. രാത്രിയോടുകൂടി അവിടെ എത്തിയ നിക്കോദമോസ് കൊണ്ടുവന്ന 100 റാത്തൽ ചെന്നിനായകവും മീറയും കൂടിയുള്ള മിശ്രിതം ക്രിസ്തുവിന്റെ ശരീരത്തിൽ പുരട്ടി ശരീരം തുണിയിൽ പൊതിഞ്ഞ് തൊട്ടടുത്ത തോട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരറയിൽ വെച്ചു. ക്രിസ്തുവിന്റെ ശരീരം കല്ലറയിൽ അടക്കം ചെയ്തില്ല എന്നത് ശ്രദ്ധേയമാണ്. സംസ്കാരത്തിന് മുമ്പ് ശരീരം കുളിപ്പിക്കുക എന്നത് യൂതന്മാരുടെ, നമ്മുടെ ഇടയിലും പ്രധാനമായ ഒരു ചടങ്ങാണ്. എന്നാൽ ക്രിസ്തുവിനെ കുളിപ്പിച്ചതായും പറയുന്നില്ല. ക്രിസ്തു മരിച്ചിട്ടില്ല എന്നത് ചിലർക്കെങ്കിലും അറിയാമായിരുന്നു എന്നതിൻ്റെ ഒരു തെളിവാണിത്. ശരീരത്തിൽ എന്തിന് ചെന്നിനായകം പുരട്ടി? എല്ലാത്തരം മുറിവുകളും ചതവും അത്ഭുതകരമായി സുഖപ്പെടുത്തുന്ന ഒരു മരുന്നാണ് ചെന്നിനായകം. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 39-ാം വാക്യത്തിൽ ചെന്നിനായകത്തെ പറ്റി പറഞ്ഞിരിക്കുന്നു. ആലോ എന്നാണ് ചെന്നിനായകത്തിന്റെ ശാസ്ത്രീയ നാമം. ചില മലയാളം ബൈബിളുകളിൽ ആലോയ്ക്ക് അഖിൽ എന്നാണ് പരിഭാഷ കൊടുത്തിരിക്കുന്നത്. ഇത് ശരിയല്ല. നമ്മുടെ നാട്ടിൽ കാണുന്ന കറ്റാർ വാഴയാണ് ദ്രാവകമാണ് നമ്മുടെ അങ്ങാടിയിൽ കിട്ടുന്ന ചെന്നിനായകം എന്ന ഔഷധം. നമ്മുടെ നാട്ടിൽ പണ്ട്, ഒരുപക്ഷെ ഇപ്പോഴും,
പോലീസ് സ്റ്റേഷനിലെ മർദ്ദനത്തിന് ഇരയാകുന്നവർ പുറത്തു വന്നാലുടനെ ചെന്നിനായകം കോഴിമുട്ടയിൽ അടിച്ച് കഴിക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. ചതവുകളും മുറിവുകളും പെട്ടെന്ന് സുഖപ്പെടുന്നതിന് ചെന്നിനായകത്തിന് കഴിവ് പ്രസിദ്ധമാണ്. ഇത് പുരാതന ഭാരതീയർക്കും അതുപോലെ തന്നെ യൂറോപ്യന്മാർക്കും റോമാക്കാർക്കും ഇസ്രായേലുകാർക്കും വളരെ വ്യക്തമായി അറിയാമായിരുന്നു. ക്രിസ്തു മരിച്ചിട്ടില്ലെന്ന് നിശ്ചയമുണ്ടായിരുന്നത് കൊണ്ടാണ് നീരും ചതവും മുറിവും പെട്ടെന്ന് ഒഴിവാക്കുന്നതിനു വേണ്ടി ചെന്നിനായകം പുരട്ടിയത്. മൃതശരീരത്തിൽ ആരും ചെന്നിനായകം പുരട്ടാറുമില്ല. അതായത് യേശു ക്രിസ്തു മരിച്ചിട്ടില്ല എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ചെന്നിനായകം പുരട്ടിയ വ്യക്തികൾക്കും അതിനനുവാദം ചോദിച്ചവർക്കും അനുവാദം കൊടുത്തവർക്കും വളരെ വ്യക്തമായി അറിയാമായിരുന്നു. പിറ്റേ ദിവസം മയക്കത്തിൽ നിന്ന് ഉണർന്ന ക്രിസ്തു കുറെ നാൾ അവിടെ തന്നെ ഒളിവിൽ താമസിച്ചതിനു ശേഷം 18 വർഷം ചിലവഴിച്ച ഇന്ത്യയിലേക്ക് തന്നെ തിരികെ പോന്നു. ക്രിസ്തു ഉടലോടെ സ്വർഗത്തിലേക്ക് പോയി എന്ന് ചില ശിഷ്യർ പ്രചരിപ്പിച്ചു. ഉയർത്തെഴുന്നേറ്റു എന്ന ഇന്നത്തെ ക്രിസ്തീയ വിശ്വാസം കാൻറ്റർബറി ആർച്ച് ബിഷപ്പ് പറഞ്ഞതുപോലെ ശാസ്ത്രത്തിനും യുക്തിക്കും വസ്തുതയ്ക്കും നിരക്കുന്നതല്ല എന്നതാണ് സത്യം. ഇന്ത്യയിലെത്തിയ ക്രിസ്തു ലഡാക്കിന്റെ തലസ്ഥാനമായ ലേയിൽ നിന്ന് 34 കിലോമീറ്റർ മാത്രം അകലെയുള്ള ഹെർമിഷ് എന്ന സ്ഥലത്തുള്ള ബുദ്ധ സന്യാസാശ്രമത്തിൽ താമസിച്ചിരുന്നതായി രേഖപ്പെടുത്തിയിരിക്കുന്നു. നിക്കോളാസ് നോട്ടോവിച്ച് എന്ന ചരിത്ര ഗവേഷകൻ 1887 ഒക്ടോബർ മാസത്തിൽ ഈ ആശ്രമം സന്ദർശിക്കുകയും അവിടുത്തെ രേഖകൾ പരിശോധിക്കുകയും പരിഭാഷ തയ്യാറാക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ പരിഭാഷയുടെ കയ്യെഴുത്തു പ്രതിയുമായി നോട്ടോവിച്ച് ക്രിസ്തീയ സഭയിലെ പല ഉന്നതാധികാരികളെയും കാണുകയുണ്ടായി. സംഗതിയുടെ അപകടം മനസ്സിലാക്കിയ അവർ എല്ലാവരും ഈ റിപ്പോർട്ടുകൾ പ്രസിദ്ധീകരിക്കുന്നതിൽ നിന്ന് നോട്ടോവിച്ചിനെ പിന്തിരിപ്പിക്കുവാൻ ശ്രമിച്ചു. അതിനുള്ള പല അടവുകളും അവർ പയറ്റി. നോട്ടോവിച്ച് ആദ്യം കണ്ടത് കീവിലെ മെത്രാപ്പൊലീത്തയെയാണ്. ഒരു കാരണവശാലും ഇത് പ്രസിദ്ധീകരിക്കരുതെന്ന് മെത്രാപ്പൊലീത്ത കർശനമായി വിലക്കി. കാരണം അദ്ദേഹം നോട്ടോവിച്ചിനോട് പറഞ്ഞു കൊടുത്തതുമില്ല. അവിടെ നിന്നും പുറപ്പെട്ട നോട്ടോവിച്ച് പിന്നീട് കണ്ടത് പാരീസിലെ കർദിനാളായ റൊട്ടേലിയായെയാണ്. റൊട്ടേലിയായും ഈ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്നതിൽ നിന്ന് നോട്ടോവിച്ചിനെ വിലക്കുകയുണ്ടായി. അദ്ദേഹവും ഒരു കാരണവശാലും ഇത് പ്രസിദ്ധീകരിക്കരുത് എന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. കൂടാതെ പ്രസിദ്ധപ്പെടുത്തിയാൽ സഭയുടെ ശത്രുക്കൾക്ക് അത് നല്ല ആയുധം ആകുമെന്നും അദ്ദേഹം വാദിച്ച് റോട്ടോവിച്ചിനെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ചു. വത്തിക്കാനിലെ ഒരു ഉന്നത വ്യക്തി പണം കൊണ്ട് നോട്ടോവിച്ചിനെ സ്വാധീനിക്കാൻ ശ്രമം നടത്തി എന്നും രേഖകളിൽ കാണുന്നു. കയ്യെഴുത്തു പ്രതി കൊടുത്താൽ എത്ര പണം വേണമെങ്കിലും കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. ഈ പ്രലോഭനങ്ങൾക്കൊന്നും വഴിപ്പെടാതെ നോട്ടോവിച്ച് തന്നെ ആ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുകയുണ്ടായി. 1894 പ്രസിദ്ധപ്പെടുത്തിയ ക്രിസ്തുവിന്റെ അജ്ഞാതവാസം എന്ന പുസ്തകത്തിൽ ക്രിസ്തുവിന്റെ അജ്ഞാതവാസത്തെ പറ്റി, അതായത് 18 വർഷം അദ്ദേഹം എവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതിനെ കുറിച്ചും കുരിശിൽ നിന്ന് താഴെ ഇറക്കിയതിന് ശേഷം അദ്ദേഹം എവിടേക്കാണ് അപ്രത്യക്ഷമായത് എന്നുള്ളതിനെ കുറിച്ചും വിശദമായ വിവരണങ്ങൾ ഫോട്ടോ സഹിതം അദ്ദേഹത്തിന്റെ കബറടക്കിയ ജമ്മു കാശ്മീരിലെ കെട്ടിടത്തിന്റെ ഫോട്ടോ അടക്കം വിവരിക്കുകയുണ്ടായി. നോട്ടോവിച്ചും അദ്ദേഹത്തിനെ സഹായിച്ച മറ്റുള്ളവരും കൂടിയിട്ട്. അതായത് ചരിത്രപരമായ വസ്തുത സമൂഹത്തിന്റെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നതിൽ നിന്ന് സമൂഹം അദ്ദേഹത്തിനെ വിലക്കിയതിനെ പോലും വകവയ്ക്കാതെയാണ് റോട്ടോവിച്ച് ഈ കർമ്മം നടത്തിയത്. ഈ 18 വർഷത്തെ ക്രിസ്തുവിന്റെ ജീവിതത്തെ പറ്റി ബൈബിളിലോ മറ്റ് ആധികാരിക ഗ്രന്ഥങ്ങളിലോ പ്രതിപാദിച്ചിട്ടില്ല എന്നതു തന്നെ ക്രിസ്തുവിന്റെ ഇന്ത്യയിലെ വാസത്തെ പറ്റിയുള്ള നിഗമനങ്ങൾ ശരിവെക്കുന്നു. അതായത് യേശു ക്രിസ്തു ഭാരതത്തിൽ വന്ന് വസിച്ച് പഠിച്ച് ഭാരതീയമായ ചിന്താധാരകൾ ഉൾക്കൊണ്ട് അവയെ പ്രചരിപ്പിക്കാൻ പാകത്തിന് വളർന്ന് ഉയർന്ന് വലുതായി
ഈ ദേശം വിട്ട് പോവുകയാണ് ഉണ്ടായത്. ക്രിസ്തു മരിച്ചിട്ടില്ല എന്നതിന് പ്രധാന തെളിവ് ക്രിസ്തുവിന്റെ ശരീരം പുതപ്പിച്ചിരുന്ന പുതപ്പാണ്. വർഷങ്ങൾ നീണ്ട പല പരീക്ഷണങ്ങളുടെയും ഫലങ്ങൾ ഇപ്പോൾ ലഭ്യമാണ്. അനേകം പുസ്തകങ്ങൾ ഇതേക്കുറിച്ച് രചിച്ചിട്ടുമുണ്ട്. ഏറ്റവും അവസാനമായി 1988 പുതപ്പിന്റെ റേഡിയോ കാർബൺ പരിശോധന നടന്നത്. അതായത് കാർബൺ ഡേറ്റ് ടെക്നിക്ക് ഉപയോഗിച്ച് യേശുക്രിസ്തുവിനെ പുതപ്പിച്ചിരുന്ന ആ പുതപ്പിന്റെ കാലയളവ് തെളിയിക്കുവാൻ വേണ്ടിയാണ് അപ്രകാരം ഒരു പരിശോധന നടത്തിയത്. ഈ പരീക്ഷണങ്ങളിലെല്ലാം തന്നെ നടന്ന കള്ളക്കളികളിലൂടെയും ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ അടങ്ങിയ വിശദമായ ലേഖനം ഞാൻ പിന്നീട് പ്രസിദ്ധീകരിക്കുന്നതാണ് എന്ന് പറഞ്ഞ് ശ്രീ പ്രൊഫസർ മാത്യു അദ്ദേഹത്തിന്റെ ലേഖനം അവസാനിപ്പിക്കുന്നു. അതായത് ഭാരതത്തിലേക്ക് യേശുക്രിസ്തു വന്നു, ഇവിടെ താമസിച്ച് ഹഠയോഗം പഠിച്ചു. ഇതൊന്നും അപ്രാപ്യമായ ഒരു വസ്തുതയല്ല. കാരണം ഹുയാൻസാനും ഫാഹിയാനും അതുപോലെ തന്നെ മെഗസ്തനീസും അനവധി 1000 കിലോമീറ്ററുകൾക്ക് അപ്പുറത്തു നിന്നാണ് ഭാരതത്തിലേക്ക് വന്നത്. അവർ ഭാരതത്തിൽ പാടലീപുത്രത്തിലും അവിടെ ഉണ്ടായിരുന്ന നളന്ദയിലും അനവധി സംസ്കൃത വിദ്യാലയങ്ങളിലും സർവകലാശാലകളിലും പഠിച്ച് വിശദമായി സംസ്കൃത ഗ്രന്ഥങ്ങൾ അവരവരുടെ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്ത് അവരവരുടെ ഭാഷകളിൽ ഉണ്ടായിരുന്ന ഗ്രന്ഥങ്ങൾ സംസ്കൃതത്തിലേക്ക് വിവർത്തനം ചെയ്യുവാൻ സഹായിച്ച് ഇപ്രകാരം ഒരു ട്രാൻസാക്ഷൻ ഭാരതത്തില് ക്രിസ്തുവിന്റെ കാലത്ത് വളരെ ഗഹനമായ രീതിയിൽ നടക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് യഥാർത്ഥത്തിൽ യേശുക്രിസ്തു ഇസ്രായേലിൽ നിന്ന് ഭാരതത്തിലേക്ക് വന്നതും പഠിച്ചതും എല്ലാം തന്നെ യഥാർത്ഥത്തിൽ നളന്ദയിലും തക്ഷശിലയിലും മാത്രമായിരുന്നു അന്ന് എൻട്രൻസ് എക്സാമിനേഷൻ വെച്ച് പ്രവേശന പരീക്ഷ വെച്ച് 20% വിദ്യാർത്ഥികളെ അതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്നത്. അതിൽ കൊറിയക്കാരും ജപ്പാൻകാരും ചൈനക്കാരും ഇസ്രായേലുകാരും മാത്രമല്ല മിഡിൽ ഈസ്റ്റിലെ എല്ലാ രാജ്യങ്ങളിൽ നിന്നും അനവധി പണ്ഡിതന്മാർ വിദ്യാർത്ഥികളായിട്ട് ഇവിടെ വന്ന് പഠിച്ച് 3, 4, 5 വർഷങ്ങൾ പഠിച്ച് ബിരുദം നേടി അവർ തിരിച്ചു പോയിട്ടുമുണ്ട്. അതുപോലെ തന്നെ മാത്രമാണ് യേശുക്രിസ്തു ഭാരതത്തിലേക്ക് വന്നതും ഹഠയോഗം പഠിച്ചതും അവസാനം കുരിശിൽ നിന്ന് താഴെയിറങ്ങി ഭാരതത്തിലേക്ക് തന്നെ തിരിച്ചു വന്ന് ഈ പരമപവിത്രമായ രാജ്യത്തിൽ വസിക്കുന്നതാണ് മറ്റേതൊന്നിനേക്കാളും നല്ലത് എന്ന് അറിഞ്ഞുകൊണ്ട് ആനോ ഭദ്രാകൃതവോ യന്തു വിശുദ്ധഃ ലെറ്റ് നോബിൾ തോട്ട്സ് കം ഫ്രം ഓൾ സൈഡ്, കുലീനവും ശ്രേഷ്ഠവുമായ ചിന്താധാരകൾ എല്ലാ സ്ഥലത്തു നിന്നും എന്നിലേക്ക് വന്നു ചേരട്ടെ എന്നുള്ള ഭാരതീയന്റെ പ്രാർത്ഥന ഏതൊരു വ്യക്തിയെയും അതിഥിദേവോ ഭവ എന്ന് പറഞ്ഞ് സ്വീകരിക്കാൻ പാകത്തിന് ഉയർന്നതായിരുന്നത് കൊണ്ട് ഇവിടെ വന്ന് വസിക്കുന്നതാണ് ഏറ്റവും ഉത്തമം എന്ന് മനസ്സിലാക്കിയ യേശുക്രിസ്തു തന്നെ കുരിശിലേറ്റിയ നാടിനോട് വിട പറഞ്ഞ് തന്നെ പഠിപ്പിച്ചു വളർത്തിയ നാട്ടിലേക്ക് വന്ന് ഇവിടെ തന്നെ അന്ത്യശ്വാസം വലിക്കുകയാണ് ഉണ്ടായത്. പ്രായം ഏറി അവസാനം വൃദ്ധനായതിനു ശേഷം അപ്രകാരമുള്ള യേശുവിൻ്റെ റിസറക്ഷൻ നടന്നു എന്നും പുനരുത്ഥാനം നടന്നു എന്നും അദ്ദേഹം ഉടലോടെ സ്വർഗത്തിലേക്ക് പോയി എന്നും പറയുന്നത് ചരിത്രപരമായ വസ്തുതാപരമായ ജീവശാസ്ത്രപരമായി ഒരു തരത്തിലും അംഗീകരിക്കാൻ സാധ്യമല്ലാത്ത കെട്ടുകഥ മാത്രമാണ്. ഈ റിസറക്ഷന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ക്രിസ്തുവിനെ ദേവനായിട്ടും ക്രിസ്ത്യാനികൾ ചിന്തിക്കുന്നത്, പ്രചരിപ്പിക്കുന്നത്, പഠിപ്പിക്കുന്നത്. റിസറക്ഷൻ നടന്നിട്ടില്ല എന്ന വസ്തുത ഭയപ്പെട്ടുകൊണ്ടാണ് അതിനെക്കുറിച്ച് പഠനം നടത്തുന്നതിൽ നിന്ന് സമൂഹത്തെയും ക്രൈസ്തവരെയും ക്രിസ്ത്യാനികളും പണ്ഡിതരും ക്രൈസ്തവ പണ്ഡിതരും വിലക്കിയിരുന്നത്. പക്ഷേ ഇന്നത്തെ സമൂഹം എല്ലാം ചോദ്യം ചെയ്ത് വിശകലനം ചെയ്ത് ശാസ്ത്രത്തിൻ്റെയും ചരിത്രത്തിൻ്റെയും വസ്തുതകളിലൂടെ വിശകലനം ചെയ്ത് മനസ്സിലാക്കുവാൻ ശ്രമിക്കുന്ന എല്ലാവരും ഈ വസ്തുതകൾ അറിയണം, പ്രചരിപ്പിക്കണം, പഠിക്കണം, അതുപോലെ തന്നെ പഠിപ്പിക്കണം. കാരണം ഒരു ശാശ്വത സത്യമല്ലാത്ത വസ്തുത ഏറെ കാലം എത്ര പ്രാവശ്യം പുനരാവർത്തി നടത്തിയാലും അത് സത്യമല്ല. സത്യം സത്യമാത്രമായിട്ടിരിക്കണം. സത്യമേവ ജയതേ എന്ന് ഭാരതീയർ പറയുന്നത് തന്നെ വസ്തുതകൾ മാത്രമേ ശാശ്വതമായി സ്ഥിരമായി അംഗീകരിക്കപ്പെടുകയുള്ളൂ എന്ന വസ്തുത ശാശ്വത സത്യമായി നിലനിൽക്കുന്നത് കൊണ്ടാണ്. ആ
മഹാസത്യത്തെ ഓരോ ക്രിസ്ത്യാനിയും അറിയേണ്ടത് അത്യാവശ്യമാണ്. കാരണം ചോദ്യം ചെയ്യാതെ വിശ്വസിക്കേണ്ട ഒരു യുഗമല്ല 21-ാം നൂറ്റാണ്ട്.